എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കർക്കിടവാവ് പിതൃതർപ്പണം. ഇതിൻ്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ പയ്യാമ്പലം ബീച്ചിൽ സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെ സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടുത്തി വൻ ഒരുക്കങ്ങളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. വൻ ജനാവലിയാണ് ഈ ദിനത്തിൽ പിതൃതർപ്പണത്തിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അക്ഷതം എന്ന് പറയുന്നത് അതെടുക്കുക. നെല്ലും അരിയും ചേർത്തത് ഒരൽപ്പം കയ്യിലെടുക്കുക, എള്ള് ഒരൽപ്പം കയ്യിലെടുക്കുക, ഒരൽപ്പം ചന്ദനെടുക്കുക, ഒരു പുഷ്പം എടുത്ത് കയ്യിൽ വെക്കുക, ഒരൽപ്പം ജലം കൂടി നമ്മുടെ കയ്യിലേക്ക് ജലം. ഇതിനെ നമ്മളെ കിട്ടി എല്ലാം കൂട്ടിയെടുക്കുക എന്ന് പൂജാവിധി പ്രകാരം പറയുന്നതാണ്. അപ്പൊ എന്തായിട്ടുണ്ട്? അക്ഷതായിട്ടുണ്ട്, ചന്ദനായിട്ടുണ്ട്, ജലമായിട്ടുണ്ട്, പുഷ്പമായിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് വെച്ചിട്ട് നമ്മുടെ മുന്നിലിരിക്കുന്ന ജലത്തിനെ തീർത്ഥമാക്കി മാറ്റുന്നതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ നമ്മൾ തീർത്ഥാവും? നമുക്ക് എപ്പോഴും നമ്മുടെ പൂജാവിധിയിൽ നമുക്ക് എപ്പോഴും ചെയ്യാവുന്നതാണ്. വീടുകളിൽ എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. എന്ത് കാര്യം ചെയ്യുന്നത് നമുക്ക് അതിന് തീർത്ഥാക്കി മാറ്റി ചെയ്യാം. അപ്പൊ ആ ക്രിയയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനെ രണ്ട് കൈ ഉയർത്തി പിടിക്കുക. ഇവിടെ പറയുന്ന മന്ത്രം ഏറ്റുചൊല്ലുക. ഓം ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു. വലത്തെ കൈയിലേക്ക് വയ്ക്കുക. അത് നമ്മുടെ ജലത്തിലേക്ക് സമർപ്പിക്കുക. നമ്മുടെ മുന്നിലെ ജലത്തിലേക്ക് സമർപ്പിക്കുക. നമ്മുടെ വലത്ത് കൈയിലെ മോതിര വിരല് ആ ജലത്തിലേക്ക് ഒന്ന് തൊട്ട് പിടിക്കാം. ഗുരുദക്ഷിണ സമർപ്പണമാണ്. അത് പിന്നെ മുങ്ങിട്ട് വന്നിട്ട് ഇവിടെ സമർപ്പിച്ചാൽ മതി. പ്രാർത്ഥിച്ചോളൂ. ഓം ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരു ദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അതുപോലെ തന്നെയാണ് ക്രിയകളിൽ ചെയ്തത്. ഇപ്പൊ പീഠം അവരെ ഒരുക്കി വെച്ചു. ഇനി നമുക്ക് നമ്മുടെ ഈ ഏത് പിതൃക്കളെയാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവരെ നമുക്ക് ആ പീഠത്തിലേക്ക് ഏറ്റവും ഉത്തമം അവരവരുടെ ഗൃഹത്തിൽ ബലിയിടുന്നതാണ്. ഇല്ലം വല്ലം നെല്ല് എന്നാണ്. ഇല്ലം എന്ന് വെച്ചാൽ അവരുടെ ഗൃഹത്തിൽ ബലിയിടുന്നതിനെ സൂചിപ്പിക്കുമ്പോൾ വല്ലം എന്നത് തിരുവല്ലമെന്നും നെല്ലി എന്നത് തിരുനെല്ലി എന്നും. പിതൃതർപ്പണം ചെയ്താൽ അവരുടെ എല്ലാ മുൻതലമുറക്കും പിൻതലമുറക്കും അതിൻ്റെ ഗുണം ലഭിക്കുമെന്നും വിശ്വസിക്കുന്നു. വാവ് ബലി മുടക്കുന്നവരോട് പിതൃക്കൾ കോപിക്കുമെന്നും വിശ്വസിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പീഠത്തിലേക്ക് സമർപ്പിക്കുക. അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മളിലുള്ള സങ്കല്പത്തിനാണ് പ്രാധാന്യം. നമ്മൾ വലത്തെ മോതിര വിരലില് നമുക്ക് പവിത്ര മോതിരം എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. പവിത്ര മോതിരം. അത് വലത്തെ മോതിര വിരലിൽ അണിയിക്കുക. വലത്തെ മോതിര വിരലില് അതിന്റെ അഗ്രഭാഗം മുകളിലേക്ക് വരത്തക്ക വിധത്തിലേക്ക് നമ്മൾ അണിയിക്കും. ശ്രാദ്ധം എന്ന് പറയുന്നത് എന്നാൽ എന്റെ ഉപയോഗത്തിന് മാതൃവംശത്തിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിരാവിലെ ആരംഭിച്ച ഈ പിതൃതർപ്പണം ഉച്ചയ്ക്ക് 12 മണിവരെ നീണ്ടുനിന്നു. കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷവും വൻ ജനപങ്കാളിത്തമാണ് പ്രകടമായത്. ദർപ്പൺ എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഈ പിതൃതർപ്പണം ഉണ്ടായിട്ടുള്ളത്. അതായത് നല്ല ഭക്ഷണം ദാനം ചെയ്യുക. അതാണ് ഈ പിതൃതർപ്പണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭഗവാന്റെ ചരിത്രത്തേക്ക് അതിന് മാത്രമുള്ള സ്ഥലത്തിൽ അത് ഒഴുകാൻ വേണ്ടിയുള്ള സ്ഥലത്ത് മാത്രമേ കടലിൽ കൂടുതൽ ആളുകളിലേക്ക് എന്തായാലും എടുക്കുന്നത്. വോളണ്ടിയർമാർ പെട്ടെന്ന് തന്നെ ക്ലാസ്സുകളൊന്നും എടുത്ത് നീക്കം ചെയ്യേണ്ടതാണ്.
നമ്മുടെ സമീപ പ്രദേശത്ത് നടക്കുന്ന വ്യത്യസ്ത പരിപാടികളെ ഉൾക്കൊള്ളിച്ചുള്ളതാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ. അതുകൊണ്ട് തന്നെ കൂടുതൽ വീഡിയോ കാണുന്നതിനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.